ഗൈസ്, ഞാനിവിടെ നമ്മുടെ സ്വന്തം 1947 അറ്റ് കാക്കനാടിലാണ്. നമ്മൾ ടീം ഡിന്നറിനായിട്ടാണ് വന്നിരിക്കുന്നത്. ഫർദർ അതിനകത്ത് പോയിട്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഞാൻ പറയാനുള്ള ഡയലോഗ്സ് മറ്റുള്ളവർ പറഞ്ഞു. ഗൈസ്, ഇതൊക്കെയാണ് ടുഡേ സ്പെഷ്യൽ അറ്റ് 1947 ഫിഷ് ടക്ക്. നമുക്ക് മുകളിൽ പോയിട്ട് എന്തായാലും ഇതൊന്നുമല്ല ഓർഡർ ചെയ്തിരിക്കുന്നത്. നേരെ പോയി ഓർഡർ ചെയ്ത സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. എന്നാലും ഇതൊക്കെയാണ് സ്പെഷ്യൽ. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നൊരു വ്യൂ ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ നിന്നൊരു ലിഫ്റ്റ് ഉണ്ട്. ഇച്ചിരി എക്സസൈസിനായിട്ട് ഇങ്ങനെ ഓടിക്കുകയാണ്. ആശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു. ആ സ്ത്രീയാണോ ഈ തളച്ചി? അതെ, ഇതിൽ നീ ഉണ്ട്. ഇതാണ് പണ്ട് 1947 യൂസ് ചെയ്ത തുപ്പാക്കി. എനിക്കറിയില്ല, ഞാൻ ചുമ്മാ ഡയലോഗ് തക്കടിക്കാം. ഇത് ഗാന്ധിജി അങ്ങനെ ചോദിച്ചോ. ആക്ച്വലി ഇത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നോണ്ട് നമ്മൾ ഇങ്ങനെ കയറി പോണം. നൈസ്. നമ്മുടെ ഗാന്ധിജി നിൽക്കുന്ന നിപ്പ് കാണുന്നുണ്ടോ ഗൈസ്? ഓക്കെ ബൈ. എനിക്ക് വേണ്ടി അത് വെയിറ്റ് ചെയ്യാം. പാവം, എല്ലാവരുടെയും ഗാന്ധിജി. വരുന്ന ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഗൈസ്. ഇവിടെ കുറെ എത്തിക്സ് ആയിട്ട് കുറെ സംഭവങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടാണ് ഇവർ ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയാത്തത്. ആക്ച്വലി നിങ്ങളിവിടെ വന്ന് നേരിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കുറേ ഡിഷസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേര് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ചിക്കൻ കബാബ്, ഫ്രൈസ്, നോർമൽ. ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യലാണ്. എന്ത് സ്പെഷ്യൽ ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സൂപ്പിലാണ്. ഇത് ചിക്കൻ സൂപ്പാണ്. നമ്മൾ കുറേ സ്റ്റാർട്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നൈസാണ്. എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഈ സംഭവം. ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഈ ഫ്രൈസ് ഇഷ്ടമായി. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മാമാങ്കം എന്നൊക്കെയാണ് പറയുന്നത്. വിത്ത് ബട്ടർ നാൻ. ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം, റിവ്യൂ പറയാം ഗൈസ്. All are waiting for food. ആക്ച്വലി നമ്മൾ പ്രതീക്ഷിച്ച ഐറ്റംസ് ഒന്നും കിട്ടിയിട്ടില്ല ഗൈസ്. ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ബട്ടർ നാനാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത്. വിത്ത് എന്തായിരുന്നു ഇതൊരു കറി. ഞാൻ ആദ്യം പറഞ്ഞ കറിയുടെ പേര് കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല, അണ്ടിപ്പരിപ്പ് പൊടിയും നല്ല ടേസ്റ്റ് ഉണ്ട്. ആക്ച്വലി ഗൈസ് ഇവിടെ ഫുൾ അടിയാണ്. ഫുഡൊന്നും കിട്ടിയിട്ടില്ല. ഓർഡർ ചെയ്തത് ആർക്കും തികഞ്ഞിട്ടില്ല. എന്തായാലും റിവ്യൂ ചോദിക്കാം. മാർലിൻ പറയൂ, എങ്ങനെയുണ്ടായി ഫുഡ്? നല്ല സെറ്റപ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിലും താൽക്കാലികമായി നമുക്ക് ഫുഡൊന്നും കിട്ടിയിട്ടില്ല. ഇതുകൊണ്ട് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാലുമായിട്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ കഴിച്ച് വയ്യാതെ ഇരിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഒന്നും കിട്ടില്ല, പട്ടിണിയായിട്ടിരിക്കുകയാണ്. നൈസ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഓക്കെ, ഗ്രേറ്റ്. മൂസിന എന്താ പറയാനുള്ളത്? സെർച്ച് ചെയ്തു
വികാരജീവിയാണ് വികാരജീവി. ഹസ്ന പറ, നിനക്ക് എന്താ പറയാനുള്ളത്? നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡായിരുന്നു. മസ്റ്റ് ട്രൈ ആണോ? No? അങ്ങനെ ഞാൻ പറയില്ല. ആണോ? ഓക്കെ. ഓഡിയോ റെക്കോർഡ് അപ്പൊ വന്ന് ഞാൻ പോകുന്നില്ല. പറ. നല്ല ഫുഡാണ്. നല്ല ഫുഡാണോ? ഒന്നുകൂടെ. അടിപൊളി. മസ്റ്റ് ട്രൈ ആണോ? പറയൂ, ചേച്ചി എന്താ പറയാനുള്ളത്? നല്ല ഒത്തന്റിക് നല്ല ഫുഡ്. വേറെ എന്തെങ്കിലും എക്സ്ട്രാ സ്പെഷ്യൽ? ഇനി പറയൂ, ഇത് നമ്മുടെ കുട്ടി വ്ളോഗറാണ്. ഇവിടെ അല്ലെങ്കിൽ കുറെ ഐഡിയാസ് ഒക്കെ തരുന്നേ. കുഴപ്പമില്ല, ഒന്നും കിട്ടിയില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താ പറയാനല്ലേ? ഒളിഞ്ഞിരിക്കുക. ഓ മൈ ഗോഡ്, ഷോക്ക് അടിച്ചിരിക്കുന്നു. ഒരു പൊറോട്ടയും കറി വന്നു. അഭിഷേക്, നിനക്ക് എന്താ പറയാനുള്ളേ? ഇത് നമ്മുടെ മുത്താണ്. അഭിഷേക് എന്താ പറയാ? എന്താ പറയാനുള്ളേ? ഓക്കെ. എല്ലാരും ഇവിടെ കറി കിട്ടാതിരിക്കുക. ഞാൻ ഒരു പ്ലേറ്റ് കാണിച്ചത്. നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് പോയിക്കോ, ഇല്ലെങ്കിൽ ചിക്കനാണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ തിന്നും. This is Brijesh. He's from Gujarat. Brijesh, what do you say about food? You like it? Yeah. Okay. Anything else you want to add? No, nothing. I'm enjoying. And this is Gogul. Okay, അവൻ എന്നെ അക്കാന്നേ വിളിക്കുള്ളൂ, കളിയാക്കണ്ടേ. Okay, അപ്പൊ ശിവ എന്താ ശിവ പറയാനുള്ളേ? എല്ലാവർക്കും ഫുഡ് വന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ അല്ലേ പ്രിൻസ്? സാപ്പാട്. ശരി, ഡൈന ചേച്ചി, ഇതാണ് നമ്മുടെ ഡാൻസർ. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ മെനു കാർഡ്. ഇതൊക്കെയാണ് ഇവരുടെ സ്പെഷ്യൽസ് വരുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചുമ്മാ കാണിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഈ 1947 വന്ന് ഈ കോക്കനട്ട് പുഡിംഗ് ട്രൈ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഫൈനലി ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഓക്കെ.
14,889 രൂപ.